ദേവരഥ സംഗമം ഇന്ന് നടക്കാനിരിക്കെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്, മനോഹരമായ ഒരു പ്രഭാതമാണ്, മനോഹരമായ വൈബാണ് ഇവിടെ. അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൽപ്പാത്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൽപ്പാത്തിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാ വാർത്തകളിലേക്കും പോകുന്നത് അല്ലേ? അതെ, ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രണ്ടിടത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാലക്കാട് തെരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട്. സ്ഥാനാർത്ഥിമാരെയൊക്കെ നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ രഥം വലിക്കാൻ ഇവിടെ കാണുകയുണ്ടായി. ഇന്നും നമുക്ക് ഇവരെ കാണാം. ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള കൂടിയാണ്, കാരണം എല്ലാ പാലക്കാടുകാരും ഇവിടെ ഉണ്ടാവും. സരിൻ, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ സരിനും രാഹുലും ഉണ്ട്, രണ്ടുപേരും രഥം വലിക്കുകയാണ്. സരിനോട് സംസാരിച്ചപ്പോൾ സരിൻ പ്രചാരണത്തിനിടയിൽ ഇതിന് സമയം കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സരിൻ പറയുന്നു ഇതും ഒരു പ്രചാരണമല്ലേന്ന്. അതേ ചോദ്യം രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നു ഇത് പ്രചാരണമല്ല, ഇത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഉത്സവത്തിന്റെ ആളാണ്. രണ്ടുപേരും കേട്ടുകൊണ്ട് പറഞ്ഞല്ല, പക്ഷേ മറുപടിയിലെ വ്യത്യാസമാണ്. അങ്ങനെയൊക്കെയാണ്. ഏതായാലും സ്ഥാനാർത്ഥിമാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ കാണാം. പക്ഷെ ഇവിടെ കൽപ്പാത്തിക്കാരെക്കാൾ കൂടുതൽ കൽപ്പാത്തിക്ക് പുറത്തുള്ള ആളുകളാണ് എന്ന പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല സ്ഥിരം കൽപ്പാത്തിക്കാരൻ, അദ്ദേഹത്തിന് കണ്ടോ ഒക്കെ ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിനിടയ്ക്ക് ഉത്സവ ആവേശം. ഞാൻ ആദ്യം കൽപ്പാത്തിയിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ആള് വരുന്നുണ്ട് കൽപ്പാത്തി കാണാൻ. മൂന്നുപേരും ഒരുമിച്ച് ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ടാണോ? സംസാരിക്കാനായിട്ടില്ലല്ലോ അല്ലേ? എത്ര മാസമായി? 8 മാസം. പേരെന്താ? ഇവ സുജീഷ്. ഹലോ ഹലോ ഹലോ. ചിരിച്ചേ ചിരിച്ചേടാ. എവിടുന്നാ നിങ്ങൾ വരുന്നേ? പുത്തൂര്. എല്ലാ വർഷം വരുന്നതാണോ? അതെ, വരുന്നതാ. അമ്പലത്തിലെ തൊഴുതോ? ഇല്ല, തൊഴുതാനായിട്ട് പോവാ. വൈകുന്നേരം വരെ ഇരിക്കുവോ? വൈകിട്ട് വരും. നോക്ക്, ഇനി അടുത്ത ആളുണ്ടല്ലോ, ആയുധധാരിയാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോകാം. അദ്ദേഹം ആയുധമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ്. ഹലോ, എന്താ നിന്റെ പേര്? വെടി വെക്കുവോ? പേര് പറ, പേര് പറ. പറയത്തില്ലേ? മിണ്ടൂല? മിണ്ടുവോ? തോക്കൊക്കെ പിടിച്ചിരിക്കാൻ ലുക്കുള്ളൂ അല്ലേ? മിണ്ടത്തില്ല, ലുക്കുള്ളൂ. വെക്കുവോ? ആക്രമണകാരി കേട്ടോ അഭിലാഷേട്ടാ. സൂക്ഷിച്ചോ. പേര് പറ. ഇത് എടുക്കട്ടെ. എന്തായാലും കൽപ്പാത്തിയുടെ കാവൽക്കാരനൊക്കെ കേട് വന്നോ? ഓ, പുതിയത് വാങ്ങിത്തരണോ? പുതിയത് വേണോ? അതെ, റെഡി ആക്കുന്നതിന്റെ ഇതിലാ. കൊച്ചുമോനാണോ? ഇവിടെ തന്നെയാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഇത്തവണ എങ്ങനെ എല്ലാരും വന്നപ്പോ അതിഥികളൊക്കെ വന്നു? എങ്ങനെയാണ് ഇത്തവണ? കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും കാണാനില്ല. തിരക്ക് കൂടുതലാണോ കുറവാണോ? തിരക്ക് കൂടുതലാണ് ഈ പ്രാവശ്യം. തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ടായിരിക്കും. അതെ, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പോയി. നമസ്കാരം. പുറത്തേക്ക് വരുവോ? രാവിലെ അമ്പലത്തിലൊക്കെ പോയോ? ക്ഷേത്രത്തിൽ പോയോ? എന്ത് പറ്റി? ഇങ്ങോട്ട് വരൂ, വരാൻ പറ്റുമോ? ഇടുപ്പ് വേദന. ഇരിക്കണം, ഇവിടുന്ന് തൊഴും. എപ്പോഴാ ഈ രഥ? ഇനി വൈകുന്നേരം അല്ലേ? വൈകുന്നേരം 3 മണിക്ക് ശേഷം. 3 മണിക്ക് ശേഷം. ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അല്ല, ഞങ്ങളുടെ ഇവിടെ അയ്യപ്പുരം. ഇവിടെ മകളിരിക്കണം. പേരെന്തായിരുന്നു അമ്മൂമ്മന്റെ? എൻ്റെ പേര് രാധ. രാധ. ശരി എന്നാ. അപ്പൊ അവരൊക്കെ, അതായത് പലയിടത്തായിട്ട് വന്നേ തിരിച്ചു വരികയാണ്. ഇത് അക്ഷയ ബന്ധുക്കളുടെ ഒക്കെ സംഗമം കൂടിയാണ്, കുടുംബ സംഗമം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ തേരുത്സവത്തിന്റെ ദിവസം എല്ലാ മനുഷ്യരും ഇവിടേക്ക് വരും. നമസ്കാരം. ഇന്നിപ്പോ വൈകുന്നേരമാണ് ദേവരഥ സംഗമം. അതെ, വൈകുന്നേരം ഇല്ല, ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്ന് പോകും. ഇവിടെ കൽപ്പാത്തിയിലത്തെ ഇവിടെ നിർത്തിയില്ല ഗണപതി, അത് വൈകുന്നേരം ഇവിടെ നിന്ന് പോകും. ചാത്തപ്പുറം ഗണപതി, പ്രസന്ന ഗണപതി പറയും. പഴകൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, അതായത് മഹാവിഷ്ണു തന്നെ തമിഴിലെ പെരുമാൾ പറയും, അവർ വരും. പിന്നെ ശിവക്ഷേത്രത്തിൻ്റെ 3 തേരാണ്, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ. അത് അവർ വന്ന വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ പഴകൽപ്പാത്തിൽ നിന്ന് ഇവിടെ വരും. അവർക്ക് സ്ഥലം കൊടുക്കണം. അവരൊക്കെ ഇവിടെ വന്നിട്ട് പോകും. കൽപ്പാത്തി ഗണപതി മാത്രം മടി പിടിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത്. കൽപ്പാത്തി ഗണപതി ഇവിടുന്ന് നീങ്ങില്ല. എനിക്ക് അച്ഛൻ മതി. അതല്ല ഈ അച്ഛനെ മാത്രം കണ്ടാ മതി അല്ലേ? അതല്ല, ഈ നാരദം വന്ന് മാമ്പഴം കൊടുത്തപ്പോ ലോകം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് മനസ്സിലായി അച്ഛനും അമ്മയെക്കാളും എന്ത് അച്ഛന്റെ കാൽക്കീഴിലാണ് ലോകം. അപ്പൊ പ്രദർശനം വെച്ചിട്ടാണ് ഇങ്ങനെ വേട്ട മാമ്പഴം കൊടുക്കുന്ന സമയത്താണ് മുരുകൻ ഉടനെ മയിൽ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോയി. അപ്പൊ അത് അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് മയിൽ വന്ന് ഇറങ്ങിയത്. അപ്പൊ ഗണപതിയെല്ലാം ആദ്യം വന്ന് അവരെ കൊടുത്തു. അത് തന്നെ പറയും, വാഗർത്ത യുവസമൃദ്ധോ വാഗർത്ത പ്രതിപത്തെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വര. ലോകത്തിൽ തന്നെ അച്ഛനും അമ്മയും
പാർവതി പരമേശ്വരൻ എന്നാണ്. അപ്പോൾ പഴം കൊടുത്തില്ല അവളെ ദേഷ്യപ്പെട്ടില്ല മൂപ്പറെ പോയി. അപ്പോൾ പഴനി മലയിൽ പോയിട്ടാണ് അവിടെ ഇത് മലയിൽ പോയിട്ടാണ്. അപ്പോൾ പാർവതി പറഞ്ഞു എന്തു പറഞ്ഞാലും വരില്ല, പഴം തന്നെടാ നീ, പഴം നടുവാ നീ, പഴം എന്താ നീ, പഴം നീ പറഞ്ഞിട്ടാണ് പഴനിന്ന് പേര് വന്നത്. അപ്പോൾ അതേപോലെ ഗണപതിക്ക് അച്ഛനെ നേരിട്ട് നോക്കിയിട്ട് അച്ഛനെ നോക്കി ഇരുന്നാൽ മതി പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും ഈ ഗണപതി. അപ്പോൾ അവരെ തന്നെ ഗണപതിയെ ചുറ്റിയിട്ട് തന്നെ മറ്റു തേരുകളൊക്കെ അപ്പോൾ ഇവിടേക്ക് വരും. ഇപ്പം അവിടെ നിന്ന് കുറച്ച് ഇഴുത്തിട്ട് ഒരു 10-11 മണിക്ക് വരും, കുറച്ച് ഇഴുത്തിട്ട് അവിടെ വയ്ക്കും. പിന്നെ എല്ലാ സ്ഥലത്തും സദ്യയൊക്കെ ഉണ്ട്, എല്ലാത്തിനും വരും. ഇവിടെ രഥോത്സവ സദ്യ ഇവിടെ സൗകര്യമില്ല പഴയിൽ പറ്റി. അവിടെ ഇങ്ങനെ പാക്കറ്റിലാണ് കൊടുക്കുക തേരി സാമ്പാർ. മണ്ഡപത്തിൽ അവിടെ ഇരുന്ന് പറയും, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ക്യൂ നിൽക്കണം. അപ്പം ഇത് വേസ്റ്റ് മേടിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കാതാ, എല്ലാ വീട്ടിലും ഇതുപോലെ തുന്നിലൊന്നും ഇരിക്കാം. എൻ്റെ പേര് സുന്ദരം, സുബ്രഹ്മണ്യൻ എന്നാണ് ഞാൻ പറഞ്ഞ് ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഇത്തവണ തിരക്ക് കൂടുതലുണ്ട്. മാധവ ചാനലൊക്കെ നോക്കും, മാധവ പേപ്പറൊക്കെ വരുത്തും. എനിക്ക് ചെറിയ ഇത് തന്നെ ഇവർ നാളെ എടുത്തു. സുജയ് പാർവതി ഇലക്ഷന് ഒരുപാട് ചോദിച്ചു കൊടുത്ത അവരെ അവർ കുറച്ച് 2-3 ദിവസം ഇവിടെ ക്യാമ്പ് കളിച്ചു. സുജയ് പാർവതി തീർച്ചയായിട്ടും സന്തോഷം. എന്തായാലും കഥകളൊക്കെ പറഞ്ഞു തന്നു. ചാനലിൽ ഇതിപ്പോ തത്സമയാണ്, ലൈവാണ്. അപ്പൊ നാട്ടുകാരൊക്കെ കണ്ടിരിക്കണു. സന്തോഷം. അതുപോലെ കാശി പോയിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. റിട്ടയർമെന്റ് പ്ലാൻ ആണോ? എല്ലാം റിട്ടയർ ചെയ്താണോ? ഒരു സർവീസിലുണ്ട്. അന്തോത്തമസ്വാമി ക്ഷേത്രത്തിലെ ഒരു പാർട്ട് ടൈം വർക്കുണ്ട് റോയൽ ഫാമിലിയുടെ കൂടെ. ട്രിവാൻഡ്രത്ത് വൈഫ് വടക്കന്തറ. അപ്പോൾ ഒന്ന് കാണാനൊരു ആഗ്രഹിച്ച് ഇന്നലെ വന്നു, കണ്ടു. നല്ല എക്സലന്റ് കാണേണ്ടതാണ് നമ്മൾ. അതെ അതും 5-6 ഒരു തേര് കണ്ടാൽ തന്നെ വളരെ വിശേഷമാണ്. അതും 6 തേര് വളരെ മഹാവിശേഷം. നമ്മളെ അറിഞ്ഞോ അറിയാതോ ചെയ്ത പാവങ്ങളൊക്കെ മാറുന്നതാണ് ഐതിഹ്യം പറയുന്നത്. വളരെ വിശേഷമാണ്, കാണേണ്ടതാണ്. നല്ല രസകരമായിട്ടുള്ള കഥകളാണ്. ഗണപതി മടിയനായതുകൊണ്ട് ഗണപതിയുടെ തേര് ഇവിടെ അനങ്ങില്ല. അച്ഛനെ അമ്മയും ലോകം ചുറ്റി വരാൻ പറയുമ്പോൾ അത് വിശ്വാസം ഉണ്ടല്ലോ നമ്മള്. അതായത് അച്ഛനും അമ്മയും വലയം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ലോകം നമ്മൾ ചുറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്.